ഫാദർ ഡൗട്ട്ഫുൾ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? അന്ന് വീഡിയോ കോളിൽ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് മുഴുവൻ എൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചായിരുന്നു. തിരക്കായതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് വളരെ ഹാർഷായിട്ട് എനിക്ക് അച്ഛനോട് സംസാരിക്കേണ്ടി വന്നു. പിന്നീട് ആ ക്വാർട്ടേഴ്സ് കറണ്ട് പോയെന്ന് പറഞ്ഞ് അച്ഛൻ കോള് കട്ട് ചെയ്തു. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല. ഹേയ്, കൂൾ കൂൾ. ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. കൂൾ യാ. ഞാൻ ഇതുവരെ അന്വേഷിച്ചിടത്തോളം അങ്ങനെ അച്ഛൻ്റെ കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്കായിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. ബട്ട് സംതിങ് ഇസ് റോങ്. നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല സർ, അച്ഛൻ്റെതായാലും അമ്മയുടേതായാലും ഫാമിലീസ് ഞങ്ങളെല്ലാവരും ഇതുവരെ നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അനീഷ്, അച്ഛനോട് ആർക്കെങ്കിലും ശത്രുത ഉള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലും മനുഷ്യനോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സാർ. എൻ്റെ അച്ഛനെ കൊന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം സാർ. ഈ പറഞ്ഞ ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഞാനും കണ്ടതാണോ? എനിക്കറിയേണ്ടത് നിങ്ങൾ പുതുതായി കണ്ടെത്തിയ എവിഡൻസ് ആണോ? സാർ, ഈ ആക്രമിക്കപ്പെട്ട ഹെഡ് കോൺസ്റ്റബിൾ ശിവദാസൻ നായരുടെയും ബാക്കിയുള്ളവരുടെയും മൊഴി കണക്കിലെടുക്കാൻ ഏകദേശം ഒരു 8-9 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇതിൻ്റെ പിന്നിൽ. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ മഹാദേവൻ്റെയും മർഡറിൻ്റെ പിന്നിൽ ഇവർ തന്നെയാണ്. പക്ഷേ ഈ 2 മർഡറിന് അവർ ഉപയോഗിച്ചേക്കുന്ന ആയുധം രണ്ടാണ്. സാർ, മഹാദേവനെ കൊല്ലാൻ ഉപയോഗിച്ചേക്കുന്നത് ബിയർ ബോട്ടിൽ പോലുള്ള കുപ്പിയാണെങ്കിൽ SI ബാബുരാജനെ കൊല്ലാൻ ഉപയോഗിച്ചേക്കുന്നത് നമ്മുടെ തന്നെ സ്റ്റേഷനിലെ 303 റൈഫലിന്റെ നൈഫ് ഉപയോഗിച്ചാണ്. സാർ, എന്നെ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ഈ 2 ബോഡികളും അതിക്രൂരമായി വെട്ടി വികൃതമാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള മോട്ടീവ്? സാർ, നാടൻ ഭാഷയെ പറഞ്ഞ കൊടും പക. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ 2 ബോഡിയിലുണ്ട്. സാർ, ഈ 2 ഓഫീസർമാരുടെയും ബാക്ക്ഗ്രൗണ്ട് ഞാൻ വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും റിപ്പോർട്ട് പ്രകാരം ഒരു മോശമായിട്ടുള്ള പരാമർശമോ അല്ലെങ്കിൽ പറയത്തക്ക ശത്രുക്കളോ ഒന്നുമില്ല. താൻ എന്താ പറഞ്ഞു വരുന്നത്? സാർ, അതൊരു പ്ലാൻഡ് മർഡറാണ്. പ്രത്യേക ശൈലിയൊന്നും ഫോളോ ചെയ്യാതെ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നമ്മുടെ എല്ലാ അന്വേഷണത്തിനെ വഴിതെറ്റിച്ചുകൊണ്ടുള്ള ഒരു വെൽ പ്ലാൻഡ് ഗ്യാങ് മൂവ്മെന്റ്. സ്ട്രോങ് വെപ്പൺസ് ഒന്നും ഇല്ലാതെ 2 കൊലപാതകങ്ങൾ, അത് ഓഫീസേഴ്സ് റാങ്കിലുള്ള 2 പോലീസുകാർ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് സാർ. അതെ, ഇയാൾ പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ജോഷി. സാർ, കിട്ടിയ തെളിവ് വെച്ച് നമുക്കത് വിശ്വസിച്ചേ പറ്റൂ സാർ. പിന്നെ ഇൻവെസ്റ്റിഗേഷനെ കുഴപ്പിക്കുന്ന വേറൊരു കാര്യം, ഈ കൊല്ലപ്പെട്ട 2 പേരും 2 ഡിപ്പാർട്ട്മെന്റിലാണെന്നുള്ളതാണ്. ഒരാള് സ്ഥലം SIയും മറ്റേയാൾ ഫോറസ്റ്റ് ഓഫീസർ. ഇതാണോ സാറേ വലിയ ഇൻവെസ്റ്റിഗേഷൻ? ഇതിൽ നന്നായിട്ട് സാധാ പോലീസുകാർ ചെയ്യുമല്ലോ. സാർ, അങ്ങനെ ചുമ്മാ ചിരിച്ച് തള്ളണ്ട സാർ. ഈ 2 കൊലപാതകം തമ്മിൽ കൂട്ടിയിണക്കുന്ന ഇതുവരെ പുറം ലോകം അറിയാത്ത എന്തോ ഒരു കാര്യം ഇതിനൊപ്പം നടന്നിട്ടുണ്ട്. ഐ ആം ഡാം ഷുവർ. ചേച്ചി ചേച്ചി എത്ര നേരായി വന്നിട്ട് അവിടെ മുരുകൻ ചേട്ടന് വന്നിട്ടുണ്ട്.
വേഗം വാ. നിങ്ങളിത് എങ്ങോട്ട് പോയതാ? ഒറ്റക്കൊമ്പനുള്ള കാടാ, അറിയാലോ. തമാശ. മണ്ണ് മാറ്റാത്ത പിള്ളേരെ പഞ്ചാര കുറവാ. എന്താടാ മുരുക, നിന്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ലൊക്കെ നേരത്തെ നൈറ്റ് തൂങ്കല്ല. വല്ല പേക്കിനാവും കണ്ടു കാണും. ഏയ് ഓടി വായില. ഇത് അടിവാരത്തെത്തിക്കാനോ അതോ? തൽക്കാലം നിങ്ങളിത് പനമരത്തെത്തിച്ചാൽ മതി. അടിവാരത്തേക്ക് പിന്നെ ആവും. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കിഴക്ക് ഭാഗത്ത് നല്ലൊരു തേൻ കൂട് ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. അടിവാരത്തെത്തിക്കാനുള്ള തേന് അതിന്ന് കിട്ടും. ഇന്ന് രാവിലെ എത്തിയോ? അതവിടെ വെക്കടേ. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. മോളെ, ഞാൻ കുറച്ച് അരിയും മറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. നീ നമ്മുടെ മാരനെ ഒന്ന് കൊടുത്തിട്ട് വാ. ചെല്ലേ. ആ സ്റ്റേഷനിലേക്കാരത് ഫുൾ ടൈം കറക്കാണ്. സ്റ്റേഷനിൽ മാത്രം കുത്തിയിരുന്നുകൊണ്ട് കേസ് അന്വേഷിക്കാൻ പറ്റൂ സാർ? അങ്ങനെ സാറേ, ഞാനിപ്പോൾ സ്റ്റേഷനിലെത്തും. പറഞ്ഞോ. ഐബിയുടെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. കേരളത്തിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ച് മാവോ മൂവ്മെന്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് താനൊരു കാര്യം, തണ്ടർ ബോൾട്ട് കമാൻഡോ ഓഫീസറെ കോൺടാക്ട് ചെയ്ത് ആ വൈത്തിരി ഭാഗത്ത് ഒരു സെർച്ച് പ്ലാൻ ചെയ്യണം. ഒരുപക്ഷെ നമ്മുടെ അന്വേഷണത്തിൽ വൈത്തിരി ഭാഗത്ത്. ഓക്കെ.
എന്തായാലും സാർ ഇടിച്ച് ഇഞ്ച പരുവാക്കിട്ടും ഒറ്റ ഒരുത്തന ഒരു അക്ഷരം ഉണ്ടെന്നില്ല സാർ. ഒരു രക്ഷയില്ലേ? ഇതാ അവിടെ വിളിക്കുന്നുണ്ട്. സാർ. എടോ, ഡെവലപ്മെന്റ് വല്ലതും ഉണ്ടോ? സാറേ ഞങ്ങൾ മാറ്റി നിർത്തി ഇഞ്ച പരിവാക്കി ചോദിച്ചിട്ട് അവന്മാരൊന്നും വേണ്ടല്ല സാർ. അവന്മാര് കർണാടകത്തിലോട്ട് ചാടാൻ നോക്കുന്നതിനിടയിലാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് പെട്ടത്. അതിൽ 4 ഇഞ്ചോർഡുമായി, ഒരെണ്ണം ഇത്തിരി സീരിയസ്ലി ഇഞ്ചോർഡാണ് ഫയർ ചെയ്തിട്ട്. രണ്ടട രക്ഷപ്പെടുകയും ചെയ്തു. രക്ഷപ്പെട്ടവർ എന്തായാലും അതിർത്തി കടക്കാൻ സാധ്യതയില്ല. ആദിവാസി വീടുകൾ കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ അന്വേഷണം. സാർ. ആരും രക്ഷപ്പെടും, മനസ്സിലായല്ലോ സാർ. പിന്നൊരു കാര്യം, ഇപ്പോ പിടിയിൽ അവർ സമ്മതിച്ചാലില്ലെങ്കിൽ മഹാദേവന്റെയും ബാബുരാജിന്റെയും കൊലയ്ക്ക് പിന്നിൽ ഇവരാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മനസ്സിലായോ? സാർ. സാർ അത് വേണോ? വേണോ? ഇനി യഥാർത്ഥ കൊലയാളെ കിട്ടിയാലും ഇല്ലെങ്കിലും തൽക്കാലം ഈ കേസ് ഡയറി ക്ലോസ് ചെയ്യാനോ. ഒരു തലവേദന ഒഴിയട്ടോ പണ്ടാരോ. ഓ எதுக்குடா அவசரப்படுற? எனக்கு தெரியும் இன்னைக்கு வேலையில் நாளைக்கு தான் இருக்குன்னு. அண்ணா என்கிட்ட சொன்னாங்க. என்னடா உனக்கு ஒரு சந்தேகம்? டேய், தண்ணி உனக்கு பயமா? நீ குளிக்கவே மாட்ட? போற நான் போறேன்.